കൊച്ചിയിലെ വ്യവസായ മേഖലയിൽ ഒരു കാലത്ത് തല ഉയർത്തി നിന്നിരുന്ന സാമ്രാജ്യമായിരുന്നു മേനോൻ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്സ്. എന്നാൽ കാലം മാറി. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ആ സ്ഥാപനത്തിന് കഴിഞ്ഞില്ല. ആ വൻമരം വേരുകൾ ഇളകി വീഴാറായി നിൽക്കുകയാണ്. ഈ കഥ അഹങ്കാരത്തിന്റെയും പതനത്തിന്റെയും മാത്രമല്ല, നിശ്ചയദാർഢ്യത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും കൂടിയാണ്. കൊച്ചിയിലെ തിരക്കേറിയ വ്യവസായ ഇടനാഴി. ഗേറ്റിനു മുകളിൽ തുരുമ്പു പിടിച്ച ബോർഡുമായി മേനോൻ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്സ് എന്ന സ്ഥാപനം നിലകൊണ്ടിരുന്നു. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് ടൺ കണക്കിന് ഭക്ഷ്യവസ്തുക്കൾ കയറ്റുമതി ചെയ്തിരുന്ന സ്ഥാപനമാണത്. എന്നാൽ ഇന്ന് അത് മരണാസന്നമായിരിക്കുന്നു. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഗോവിന്ദ മേനോൻ തന്റെ ശീതീകരിച്ച ക്യാബിനിലിരിക്കുകയാണ്. അദ്ദേഹം നഷ്ടക്കണക്കുകൾ നോക്കി നെടുവീർപ്പിട്ടു. 60കളിൽ എത്തി നിൽക്കുന്ന അദ്ദേഹം കടുത്ത യാഥാസ്ഥിതികനാണ്. അതിലുപരി നിർബന്ധ ബുദ്ധിക്കാരനുമാണ്. അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് നിറയെ ഫയലുകളാണ്. മുന്നിലിരിക്കുന്ന കസേരകളിൽ കോട്ടും സ്യൂട്ടും ധരിച്ച ഉന്നത ബിരുദധാരികളായ മാനേജർമാർ തലകുനിച്ചിരിക്കുന്നു. എന്താടോ ഇത്? വിദേശ സർവകലാശാലകളിൽ നിന്ന് MBA പാസ്സായവരല്ലേ നിങ്ങൾ? എന്നിട്ടും എന്തുകൊണ്ടാണ് ലാഭമുണ്ടാക്കാൻ കഴിയാത്തത്? മേനോൻ ഗർജിച്ചു. അദ്ദേഹത്തിന് ഒരു വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ഡിഗ്രികളും ഇംഗ്ലീഷ് പ്രാവീണ്യവും വിദേശ സർട്ടിഫിക്കറ്റുകളും ഉള്ളവർക്ക് മാത്രമേ ബിസിനസ് നയിക്കാൻ കഴിയൂ. താഴെത്തട്ടിലുള്ള തൊഴിലാളികളുടെ അനുഭവസമ്പത്തിനോടോ അഭിപ്രായങ്ങൾക്കോ അദ്ദേഹം പുല്ലുവില പോലും നൽകിയിരുന്നില്ല. അതുകൊണ്ടുതന്നെ കമ്പനിയിലെ മാനേജർ പോസ്റ്റുകൾ മുഴുവൻ തിയറി മാത്രം അറിയാവുന്നവരാൽ നിറഞ്ഞിരുന്നു. ആലപ്പുഴയിലെ കുട്ടനാടിന്റെ പച്ചപ്പുള്ള ഗ്രാമത്തിൽ നിന്നാണ് അശ്വതി വരുന്നത്. 10ാം ക്ലാസ് പരീക്ഷയിൽ തോറ്റെങ്കിലും ജീവിതത്തോടുള്ള പരീക്ഷയിൽ അവൾ ഒരിക്കലും തോറ്റിരുന്നില്ല. അച്ഛൻ മരിച്ച ശേഷം കൃഷിപ്പണികൾ ചെയ്താണ് അവൾ അമ്മയെ നോക്കിയിരുന്നത്. എന്നാൽ വിധി ക്രൂരമായിരുന്നു. പെട്ടെന്നൊരു ദിവസം അമ്മയ്ക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. എറണാകുളത്തെ വലിയൊരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർമാർ വിധി എഴുതി. അടിയന്തരമായ ഒരു ഹൃദയശസ്ത്രക്രിയ വേണം. 3 ലക്ഷം രൂപയെങ്കിലും ചെലവാകും. കയ്യിലാകെയുള്ളത് കുറച്ച് ചില്ലറകൾ മാത്രം. ബന്ധുക്കളും നാട്ടുകാരും കൈമലർത്തി. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്ന അശ്വതിയുടെ മുന്നിൽ പത്രത്തിലെ ഒരു പരസ്യം വന്നുപെട്ടു. മേനോൻ ഫുഡ്സിൽ സ്റ്റാഫ് ആവശ്യം. യോഗ്യതകൾ നോക്കാതെ അവൾ അവിടേക്ക് വണ്ടി കയറി. ഒരാഴ്ചയോളം മേനോൻ ഫുഡ്സിന്റെ റിസപ്ഷനിൽ അവൾ കാത്തിരുന്നു. ഒടുവിൽ ഗോവിന്ദ മേനോനെ കാണാൻ അനുവാദം കിട്ടി. അവളുടെ ലളിതമായ വേഷവും കയ്യിലുള്ള സർട്ടിഫിക്കറ്റും കണ്ട് മേനോൻ പുച്ഛത്തോടെ ചിരിച്ചു. 10ാം ക്ലാസ് തോറ്റ നിനക്ക് എന്റെ കമ്പനിയിൽ എന്ത് ജോലിയാണ് തരേണ്ടത്? തൂപ്പുകാരിയുടെ ഒഴിവുപോലുമില്ല. അദ്ദേഹം പരിഹസിച്ചു. അശ്വതിയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവൾ തളർന്നില്ല. അമ്മയുടെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. അവൾ ധൈര്യം സംഭരിച്ചു പറഞ്ഞു, സർ, എനിക്ക് ഡിഗ്രിയില്ല, പക്ഷെ സാമാന്യ ബുദ്ധിയുണ്ട്. സാറിൻ്റെ ഈ വലിയ മാനേജർമാർക്ക് കാണാൻ കഴിയാത്ത പലതും എനിക്ക് കാണാൻ കഴിയും. മേനോൻ കോപത്തോടെ എഴുന്നേറ്റു. എന്ത് ധൈര്യത്തിലാണ് നീ എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്? സർ, എനിക്ക് ഒരവസരം തരൂ. വെറും 3 മാസം. ഈ കമ്പനിയെ ഞാൻ ലാഭത്തിലാക്കാം. പരാജയപ്പെട്ടാൽ സാറിന് എന്നെ ജയിലിൽ അടയ്ക്കാം. അല്ലെങ്കിൽ ഈ ആയുസ് മുഴുവൻ ഞാൻ സാറിന് വേണ്ടി ശമ്പളമില്ലാതെ അടിമപ്പണി ചെയ്യാം. അവനുടെ കണ്ണുകളിലെ തീക്ഷ്ണത മേനോനെ അത്ഭുതപ്പെടുത്തി. ഇത്രയും ആത്മവിശ്വാസത്തോടെ ഒരു MBAക്കാരനും അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. ഒടുവിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അവളെ ഒരു ഒബ്സർവറായി നിയമിക്കാൻ അദ്ദേഹം സമ്മതിച്ചു. ശമ്പളമില്ല. വിജയിച്ചാൽ മാത്രം അമ്മയുടെ ചികിത്സാ സഹായം. അശ്വതി ജോലിയിൽ പ്രവേശിച്ച ആദ്യ ദിവസം തന്നെ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾക്കിരിക്കാൻ പ്രത്യേകിച്ച് ക്യാബിനോ കസേരയോ നൽകിയിരുന്നില്ല. നിരീക്ഷകയല്ലേ, നിന്ന് നിരീക്ഷിച്ചാൽ മതി എന്നായിരുന്നു അഡ്മിനിസ്ട്രേഷൻ മാനേജറുടെ പരിഹാസം. അവളത് കാര്യമാക്കിയില്ല. അവളുടെ സ്ഥലം ഫാക്ടറിയുടെ താഴെത്തട്ടിലായിരുന്നു. യന്ത്രങ്ങളുടെ ഇരമ്പലും ഓയിലിന്റെ ഗന്ധവും ചൂടും നിറഞ്ഞ അന്തരീക്ഷം. അവിടെ വിയർപ്പൊഴുക്കുന്ന 100 കണക്കിന് തൊഴിലാളികൾക്കിടയിലേക്ക് അവൾ ഇറങ്ങിച്ചെന്നു. AC മുറികളിലിരുന്ന് കമ്പ്യൂട്ടറിൽ കണക്കുകൾ നോക്കുന്ന വലിയ മാനേജർമാർ വർഷങ്ങളായി തിരിഞ്ഞു നോക്കാത്ത ഇടമായിരുന്നു അത്. ആദ്യം തൊഴിലാളികൾ അവളെ സംശയത്തോടെയാണ് നോക്കിയത്. മാനേജ്മെന്റിന്റെ ചാരപ്പണിയെടുക്കാൻ വന്നതാണോ എന്നായിരുന്നു അവരുടെ ഭയം.
എന്നാൽ അശ്വതിയുടെ പെരുമാറ്റം അവരെ മാറ്റി ചിന്തിപ്പിച്ചു. അവൾ അവരുടെ ഒപ്പം നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, അവരുടെ കഷ്ടപ്പാടുകൾ കേട്ടു. ഉച്ചഭക്ഷണ സമയത്ത് കാന്റീനിൽ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഇത് കണ്ട ചില സീനിയർ മാനേജർമാർ മൂക്കത്ത് വിരൽ വെച്ചു. ഇവൾക്ക് സ്റ്റാറ്റസ് എന്താണെന്ന് അറിയില്ലേ? ലേബർ ക്ലാസിന്റെ കൂടെയാണോ ഭക്ഷണം എന്നവർ കുശുകുശുത്തു. പക്ഷേ ഈ അടുപ്പത്തിലൂടെ അവൾ വലിയൊരു സത്യം മനസ്സിലാക്കി. കമ്പനി നഷ്ടത്തിലാകുന്നത് തൊഴിലാളികളുടെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് മേൽനോട്ടത്തിലെ പാളിച്ചകൾ കൊണ്ടാണ്. ആദ്യത്തെ ആഴ്ച അവൾ പഴയ ലോഗ് ബുക്കുകൾ പരിശോധിക്കാൻ തുടങ്ങി. അപ്പോഴാണൊരു വലിയ പൊരുത്തക്കേട് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ജനറേറ്ററുകൾക്കും ലോറികൾക്കും അനുവദിക്കുന്ന ഡീസലിന്റെ അളവും അവ ഓടുന്ന സമയവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കണക്കുകൾ പ്രകാരം വണ്ടികൾ മൈലേജ് തരുന്നില്ല. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രാൻസ്പോർട്ട് മാനേജർ അവളെ ശകാരിച്ചു. നീ കണക്ക് പഠിപ്പിക്കാൻ വരണ്ട, അതൊക്കെ ടെക്നിക്കൽ കാര്യങ്ങളാണ്. അശ്വതി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവൾ സ്വന്തമായി അന്വേഷിക്കാൻ തീരുമാനിച്ചു. തുടർച്ചയായ 3 ദിവസങ്ങളിൽ അവൾ ഫാക്ടറി പരിസരത്ത് രാത്രി വൈകുവോളം തങ്ങി. 3-ാം ദിവസം അമാവാസ്യ രാവിൽ അവൾ കാത്തിരുന്ന കാഴ്ച കണ്ടു. സമയം രാത്രി 2 മണി. ഫാക്ടറിയുടെ പിൻവശത്തെ ഗേറ്റിനടുത്ത് ഒരൊഴിഞ്ഞ പറമ്പിൽ കമ്പനിയുടെ ലോറി നിർത്തിയിട്ടിരിക്കുന്നു. സെക്യൂരിറ്റി ജീവനക്കാരൻ ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തുന്നു. ലോറിയുടെ ടാങ്കിൽ നിന്നൊരു പൈപ്പ് വഴി വലിയ ക്യാനുകളിലേക്ക് ഡീസൽ മാറ്റുന്നു. പുറത്തുനിന്നുള്ള ഒരു ഓട്ടോറിക്ഷ അവിടെ കാത്തുനിൽപ്പുണ്ട്. അശ്വതിയുടെ നെഞ്ചിടിപ്പ് കൂടി. ഭയം തോന്നി. പക്ഷേ പിന്മാറാൻ അവൾ തയ്യാറായില്ല. ഒരു പഴയ ഡ്രമ്മിന്റെ പിന്നിൽ ഒളിച്ചിരുന്ന് വിറയ്ക്കുന്ന കൈകളോടെ അവൾ തന്റെ മൊബൈൽ ഫോണിൽ ആ ദൃശ്യങ്ങൾ പകർത്തി. വ്യക്തമായ തെളിവ്. പിറ്റേന്ന് രാവിലെ ഗോവിന്ദമേനോന്റെ മുന്നിൽ അവൾ ആ വീഡിയോ കാണിച്ചു. അദ്ദേഹം ഞെട്ടിപ്പോയി. വർഷങ്ങളായി താൻ വിശ്വസിച്ചിരുന്ന ചില ജീവനക്കാർ തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരെ അപ്പോൾ തന്നെ പിരിച്ചുവിട്ടു. പോലീസ് കേസ് ഭയന്ന് അവർ കുറ്റം സമ്മതിച്ചു. ഈ ഒരൊറ്റ സംഭവത്തോടെ കമ്പനിയുടെ ഇന്ധനച്ചെലവ് പകുതിയായി കുറഞ്ഞു. മാത്രമല്ല, അശ്വതി വെറുമൊരു പെൺകുട്ടിയല്ല, നിശ്ചയദാർഢ്യമുള്ളൊരു പോരാളിയാണെന്ന് തൊഴിലാളികൾക്കും മാനേജർമാർക്കും മനസ്സിലായി. അശ്വതിയുടെ ഇടപെടലുകൾ അവിടെ അവസാനിച്ചില്ല. പാക്കിംഗ് വിഭാഗത്തിലെ പ്രധാന മെഷീൻ തകരാറിലായി. ജർമ്മനിയിൽ നിന്ന് എഞ്ചിനീയർ വരണം, അതുവരെ പ്രൊഡക്ഷൻ നടക്കില്ല എന്ന് ചീഫ് എഞ്ചിനീയർ റിപ്പോർട്ട് നൽകി. അശ്വതി നേരെ വർക്ക്ഷോപ്പിലെ പഴയ മെക്കാനിക് രാഘവേട്ടന്റെ അടുത്തേക്ക് പോയി. ചേട്ടാ, ഈ മെഷീൻ ശരിയാക്കാൻ പറ്റില്ലേ? മോളെ, ഇതിന്റെ ഒരു ചെറിയ വാൾവ് പോയതാണ്. അത് നമുക്കിവിടെ തന്നെ വെൽഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ആരും എന്നെക്കൊണ്ട് ചെയ്യിക്കില്ല, രാഘവേട്ടൻ പറഞ്ഞു. അശ്വതിയുടെ ഉത്തരവാദിത്തത്തിൽ രാഘവേട്ടൻ ആ മെഷീൻ വെറും 4 മണിക്കൂർ കൊണ്ട് ശരിയാക്കി. ലക്ഷങ്ങളുടെ നഷ്ടം ഒഴിവായി. കമ്പനിയുടെ ബിസ്ക്കറ്റുകൾ വിപണിയിൽ വിറ്റഴിയുന്നില്ലെന്നായിരുന്നു മറ്റൊരു പരാതി. അശ്വതി പാചകപ്പുരിയിൽ കയറി. ലാഭം കൂട്ടാൻ വേണ്ടി നിലവാരമില്ലാത്ത പാമോയിലും കൃത്രിമ രുചികളും ഉപയോഗിക്കുന്നതാണ് കാരണമെന്ന് അവൾക്ക് മനസ്സിലായി. നമ്മൾ മലയാളികൾക്കിഷ്ടം നാടൻ രുചിയാണ്, അവൾ പറഞ്ഞു. വില കുറഞ്ഞ ചേരുവകൾ മാറ്റി നല്ല വെളിച്ചെണ്ണയും ബട്ടറും ഉപയോഗിക്കാൻ അവൾ നിർദ്ദേശിച്ചു. ഉൽപാദന ചെലവ് അല്പം കൂടിയെങ്കിലും പുതിയ രുചി വിപണിയിൽ ഹിറ്റായി. ഓർഡറുകൾ കുമിഞ്ഞുകൂടി. രാവിലെ 10 മണിക്കാണ് ലോറികൾ സാധനങ്ങളുമായി നഗരത്തിലേക്ക് പോകുന്നത്. ആ സമയത്ത് ഗതാഗതക്കുരുക്കിൽപ്പെട്ട് പലപ്പോഴും ഉച്ച കഴിഞ്ഞാണ് കടകളിൽ സാധനം എത്തുന്നത്. അശ്വതി സമയം മാറ്റി. പുലർച്ചെ 4 മണിക്ക് ലോഡ് കയറ്റാൻ അവൾ നിർദ്ദേശിച്ചു. ഡ്രൈവർമാർക്ക് പ്രത്യേക ബത്ത നൽകി. ഗതാഗതക്കുരുക്കില്ലാതെ സാധനങ്ങൾ രാവിലെ തന്നെ കടകളിൽ എത്തിത്തുടങ്ങി. 3 മാസങ്ങൾ കടന്നുപോയി. ഗോവിന്ദമേനോൻ കണക്കുകൾ പരിശോധിക്കാൻ മീറ്റിംഗ് വിളിച്ചു. ഫിനാൻസ് മാനേജർ വിറയ്ക്കുന്ന കൈകളോടെ ബാലൻസ് ഷീറ്റ് മേശപ്പുറത്ത് വെച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആദ്യമായി കമ്പനി ലാഭത്തിൽ. നഷ്ടങ്ങൾ നികത്തി കമ്പനി വലിയൊരു തുക ലാഭമുണ്ടാക്കിയിരിക്കുന്നു. ഗോവിന്ദമേനോൻ അവിശ്വസനീയതയോടെ ആ കണക്കുകൾ നോക്കി. പിന്നെ പതുക്കെ തലയുയർത്തി കോണിലെ കസേരയിലിരുന്നിരുന്ന അശ്വതിയെ നോക്കി. അദ്ദേഹം എഴുന്നേറ്റു. അഹങ്കാരം നിറഞ്ഞ ആ മുഖത്ത് ആദ്യമായി ബഹുമാനത്തിന്റെ ഭാവം തെളിഞ്ഞു. ഞാൻ തോറ്റുപോയി അശ്വതി. എന്റെ അഹങ്കാരവും എന്റെ ഡിഗ്രിയിലുള്ള അന്ധമായ വിശ്വാസവും തോറ്റുപോയി. നീ ജയിച്ചു. സദസ്സ് മുഴുവൻ അത്ഭുതപ്പെട്ടു നിൽക്കെ ഗോവിന്ദമേനോൻ തന്റെ ചെക്ക് ബുക്ക് എടുത്ത് അശ്വതിക്ക് നേരെ നീട്ടി. ഇതിൽ നിനക്ക് വേണ്ട തുക എഴുതിയെടുക്കാം. നിന്റെ അമ്മയുടെ ചികിത്സ മാത്രമല്ല, ഈ കമ്പനിയുടെ ഭാവിയും ഇനി നിന്റെ കൈകളിലാണ്. എറണാകുളത്തെ ആശുപത്രിയിൽ അശ്വതിയുടെ അമ്മയുടെ ശസ്ത്രക്രിയ വിജയകരമായി നടന്നു. ആശുപത്രി ബിൽ മുഴുവൻ മേനോൻ ഫുഡ്സാണ് അടച്ചത്. അടുത്ത ബോർഡ് മീറ്റിംഗിൽ ഗോവിന്ദമേനോൻ ഒരു പ്രഖ്യാപനം നടത്തി. ഇന്നു മുതൽ നമ്മുടെ കമ്പനിയുടെ ചീഫ് ഓപ്പറേഷൻസ് അഡ്വൈസറായി അശ്വതി ചുമതലയേൽക്കും. ബിരുദങ്ങളേക്കാൾ വലുത് കഴിവാണെന്ന് ഈ പെൺകുട്ടി എന്നെ പഠിപ്പിച്ചു. കയ്യടികൾക്കിടയിലൂടെ അശ്വതി എഴുന്നേറ്റു. അവൾ പറഞ്ഞു, സർ, ഇതെന്റെ മാത്രം വിജയമല്ല.
താഴെത്തട്ടിൽ വിയർപ്പൊഴുക്കുന്ന ഓരോ തൊഴിലാളിയുടെയും അനുഭവസമ്പത്തിന്റെ വിജയമാണ്. അവരെ കേൾക്കാൻ മനസ്സ് കാണിച്ചാൽ ഏതു വലിയ പ്രതിസന്ധിയും നമുക്ക് മറികടക്കാം. അന്നു മുതൽ മേനോൻ ഫുഡ്സ് പുതിയൊരു പാതയിലേക്ക് കടന്നു. തിയറികൾക്കും കണക്കുകൾക്കും അപ്പുറം മനുഷ്യത്വത്തിനും പ്രായോഗിക ബുദ്ധിക്കും വില കൽപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരം അവിടെ ഉദയം ചെയ്തു.